വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഇട്ട ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. പോർച്ചുഗീസുകാരാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ബാക്കിയുള്ള യൂറോപ്യൻസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ സംഭാവനകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഡച്ചുകാർ. ഇന്ത്യയിലെ ഡച്ച് സ്വാധീനം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കിയേക്കുക. കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെയാണ്. ഡച്ചുകാർ പോർച്ചുഗലിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാവേലിക്കര സന്ധിയാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് AD 1595. രണ്ടാമതായിട്ട് എത്തിയ യൂറോപ്യൻ ശക്തികളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചൊരു സന്ധിയാണ് മാവേലിക്കര സന്ധി. ഡെൻമാർക്കുകാർ. പ്രധാന വിവരങ്ങൾ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻക്യൂബാർ തമിഴ്നാട്, സെറംപൂർ ബംഗാൾ. ട്രാൻക്യൂബാർ തമിഴ്നാട്, സെറംപൂർ ബംഗാൾ. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി എന്നാണ്. ട്രാൻക്യൂബാർ ഇപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? തരംഗമ്പാടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ചിലെ ചക്രവർത്തിയായിരുന്നു ലൂയി 14. ഇത് പ്രീവിയസ് ആണ്. ആരായിരുന്നു ആ സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി? ലൂയി 14. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. മസൂലി പട്ടണത്ത് ഫാക്ടറി ആരംഭിച്ച വർഷം 1669. മസൂലി പട്ടണത്താണ് ഇവർ ആദ്യമായിട്ടൊരു ഫാക്ടറി ആരംഭിച്ചത്. 1669 വർഷം. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു മാഹിയാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. മാഹിയാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. അപ്പോൾ ഫ്രഞ്ചുകാർ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണിവർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു ലൂയി 14. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. മസൂലി പട്ടണത്ത് ഫാക്ടറി ആരംഭിച്ച വർഷം 1669. ഇവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹിയാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഇവർ തമ്മിൽ, അതായത് ഇന്ത്യയിൽ വെച്ചിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. അപ്പോൾ യൂറോപ്യന്മാർ ഏകദേശം നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഇനി യൂറോപ്യന്മാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചു. കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങളാണ് കൊച്ചിയും വൈപ്പിനും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട, കൊച്ചി, 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട, കൊച്ചി, സെയിൻറ് ആഞ്ചലോസ് കോട്ട, കണ്ണൂർ കോട്ട, കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി പാലസ്. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന പേരാണ് ഏത്? മട്ടാഞ്ചേരി കൊട്ടാരം.
പോർച്ചുഗീസ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങളാണ് കൊച്ചിയും വൈപ്പിനും. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക നടപ്പിലാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിൽ യൂറോപ്യൻസ് നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട, കൊച്ചി 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഇത്. അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട. ചവിട്ട് നാടകം ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട കൊച്ചി, സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി പാലസ്. പോർച്ചുഗീസ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ഒരു പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഏത്? ഗോതിക് ശൈലി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്ത്? ഡച്ചുകാരുടെ ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണിത്. അർത്ഥം എന്താണ്? മലബാറിൻ്റെ പൂന്തോട്ടം. ലാറ്റിൻ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കേരളാരാമം എന്നറിയപ്പെടുന്നു. 12 വാല്യങ്ങളുണ്ട്. എത്ര സസ്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. LGSന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര സസ്യങ്ങളാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിലുള്ളത്? 742 സസ്യങ്ങൾ. 1678 മുതൽ 1703 കാലഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ സഹായിച്ചത് ഇമ്മാനുവൽ റോയാണ്. ഈ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരാണ്? ഇമ്മാനുവൽ കർണേറോ. ഹോർത്തൂസ് മലബാറിക്കസ് രചനയുമായി ബന്ധപ്പെട്ട ഒരു ഈഴവ വൈദ്യനുണ്ട്. അദ്ദേഹമാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലമാണേത്? കടക്കരപ്പള്ളി, ചേർത്തല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? കൊല്ലാട്ടുപറമ്പ്, ചേർത്തലയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്, അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആല്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാരുടെ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഡച്ചുകാരുടെ സംഭാവന പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണിത്. അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം. ലാറ്റിൻ ഭാഷയാണ്. കേരളാരാമം എന്നറിയപ്പെടുന്നു. 12 വാല്യങ്ങൾ, 742 സസ്യങ്ങളുണ്ട്. 1678 1703 കാലഘട്ടം. അഡ്മിറൽ വാൻ റീഡ് ആണ് എന്തായി തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. ഇമ്മാനുവൽ റോയിയാണ് മലയാള ലിപിയെങ്കിൽ ഇമ്മാനുവൽ കർണേറോ ആരാണ്? അത് പരിഭാഷകരാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചനയുമായി ബന്ധപ്പെട്ട ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അദ്ദേഹം ജനിച്ചത് കടക്കരപ്പള്ളിയിലും സ്മാരകം കൊല്ലാട്ടുപറമ്പിലുമാണ്. ആദ്യം പ്രതിപാദിക്കുന്ന തെങ്ങുമാണ്, അവസാനം അതാണ് ആലാണ്. ആല് തർജ്ജമ ചെയ്തതാരാണ് മലയാളത്തിലേക്ക്? ഡോക്ടർ KS മണിലാലാണ്. ബോൾഗാട്ടി പാലസ് കൊച്ചിയിൽ നിർമ്മിച്ചതാരാണ്? ഡച്ചുകാരാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാലയാണ് വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ പണിത ആദ്യ കോട്ട നമുക്കറിയാം, അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി നിർമ്മിച്ച കോട്ടയാണ് സെയിൻറ്റ് ജോർജ് കോട്ട, മദ്രാസ്. സെയിൻറ്റ് ജോർജ് കോട്ടയാണ് മദ്രാസിൽ. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് എന്നാണ്? 1861. ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. അപ്പോൾ ഈ മനസ്സിൽ ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംഭാവനകളും അവരുടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഏത് സോഴ്സാണോ പഠിക്കുന്നത്, ഗൈഡ് ആണെങ്കിൽ ഗൈഡ്, അല്ലെങ്കിൽ SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതും ഇതുമായിട്ടൊക്കെ ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് അതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.